മേക്കപ്പ് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നു. ഇപ്പോൾ എന്താ ചെയ്യല്ലേ, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നവരെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗൈസ്. സേഡായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ചെറിയ കുട്ടി വ്ലോഗ് ആയിരിക്കും. അപ്പം ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ ഹെയർ ഒക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന് മാത്രം നീളമൊന്നും ഇല്ലെങ്കിലും ഉള്ള മുടി ഒന്ന് സ്റ്റൈൽ ചെയ്ത് സെറ്റ് ആക്കി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് എന്താന്ന് വെച്ചാൽ നമ്മള് ഐക്കയില് പോവാണ്. തീരാറായി ചാർജ്. മൈ ഗോഡ്, പെട്ടെന്ന് തീരുന്നതിന് മുന്നേ സ്റ്റൈൽ ചെയ്യട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിവിംഗ് ഏരിയയില് ഒരു ചെറിയ കുട്ടി സോഫ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത്. കുറച്ച് കടകളിലൊക്കെ നമ്മൾ ഓൾറെഡി നോക്കി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി നോക്കിയായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഡയമെൻഷനിലുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് ഇന്ന് ഐക്കയിൽ പോയിട്ട് നോക്കാന്ന് വിചാരിച്ചു. അവിടെ എന്തായാലും കുറെ കളക്ഷൻ കാണുമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ലിയോണിലൊക്കെ പോയി നോക്കിയായിരുന്നു, ലിയോൺ ഫർണിച്ചർ കൊടുത്തെ. പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെടാൻ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഐക്കയിലും കൂടെ പോയി നോക്കാം. ഇന്നൊരു ഫ്രൈഡേ ആണ് കേട്ടോ. സോ കിരണിൽ നിന്ന് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡി ആവുക. അപ്പൊ മെഷർമെന്റ് എടുക്കാറുണ്ട്. മെഷർമെന്റ് എടുക്കുന്നതൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സ്കെച്ചേഴ്സിന് ഇടാന്ന് വെച്ചാൽ നടക്കാനുള്ളതല്ലേ, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കാലിലൊന്നും എടുത്തോണം. എൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊള്ളാം. എൻ്റെ മേക്കപ്പ് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നു. ഇപ്പോൾ എന്താ ചെയ്യല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഹാമിൽട്ടൺ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി. ഉണ്ടോ അവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഉണ്ടോ, പാർക്കാണ് ഇത്. ഇതുണ്ടോ, താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ, ട്രെയില് പോലെയാ. അപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ ഈവനിങ് വോക്കിന്. നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നൊക്കെ ഇവിടെ വരും. ഹാമിൽട്ടന്റെ എൻട്രൻസ് ഇങ്ങനെയാട്ടോ. ഇതേ നമ്മുടെ ഐക്യയിൽ പക്ഷെ എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോണം ഗൈസ്. കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ നമ്മൾ അവിടെ എത്തും. നമ്മള് ഐക്യ എത്തി. കയറി വരുമ്പോൾ തന്നെ അവരൊരു മോഡൽ റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് മേളോട്ട് പോവാം. അവനങ്ങ് പോയി. കയറി വരുമ്പോൾ തന്നെ സോഫയാട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സോഫ അല്ല വേണ്ടത്. നമുക്കൊരു കുട്ടി സോഫ. നമ്മുടെ ലിവിങ് ഏരിയ സ്മോൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറുത് മതിയാവും. ഹായ്, ഇവിടെ മൊത്തം സോഫകൾ. നമുക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എടാ ഇതോ, ദേ വാ. നമ്മള് സോഫ കം ബെഡ് പോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് ഹ്യൂജ് ആണ് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഇടാനായിട്ട്. കുഞ്ഞിന് കിട്ടാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഇതൊരു പുൾ ഓവർ സോഫയാട്ടോ. ആണ്. കണ്ണടിച്ചു പോകുന്ന കളറാ, മസ്റ്റേർഡ് യെല്ലോ. പിന്നെ നോക്കിയത് ഇതാ, ഇതിന് $230 ആണ്. പക്ഷെ വലിയ രസമില്ല കാണാൻ, അതാണ് പ്രശ്നം. വേറെ പുൾ ഓവർ കൈൻഡ് ഓഫ് സോഫ കം ബെഡ് ഉണ്ടോ എന്നും കൂടെ നോക്കാം നമുക്കങ്ങോട്ട്. വയോ ഇട്ട എന്തോന്നു. ഇത് കൊള്ളാലോ. ഇങ്ങനെ ആയിരിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ. നീളമുണ്ട്. ലോവസ്റ്റ് പ്രൈസ് ഇതിനായിരിക്കും അല്ലേ? ഇതെന്താ അപ്പോ? ആണോ ഇതിനാമത്തെ? കളറ് കൊള്ളാം. അതിന് ലോവസ്റ്റ് പ്രൈസ് ആണെന്നാ പറയുന്നത്. പക്ഷെ ആ സെയിം കളർ സോഫ നമുക്ക് വീട്ടിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിക്കുക. കളർ ഡിഫറൻസേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഐറ്റംസ് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ
കോവർക്കറിനെ കോണ്ടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ശരി, ആ ചേട്ടനെ വിളിക്കണേ, ആ മഞ്ഞ ചേട്ടൻ. ഇതുണ്ട്, ഭയങ്കര വലുതല്ലേ, പക്ഷെ ഇത് നമുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്പേസ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വേറെ നോക്കുക നമുക്ക് പറ്റിയ. നമ്മുടെ തീം എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ ഒക്കെയാണ്. അപ്പോൾ അതിനും കൂടെ ചേരുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും ചെറുത് കിട്ടുമെന്നാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. എന്ത് പറ്റിയില്ലേ? 2 to 5 days ഹോം ഡെലിവറി ഉള്ളൂ. നന്നായി. അപ്പോൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഗൈസ് നമ്മളിവിടെയും തേഞ്ഞിരിക്കുകയാണ്. 3G ആയി എന്നാ തോന്നുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇത് വേറെ നമ്മളിപ്പോൾ മറ്റേ എന്നാ ഫ്ലോർ മാട്രസോ എന്റെ പേരെന്നെ ഫ്ലോർ സോഫ അത് അങ്ങനത്തെ വല്ലതും കിട്ടിയില്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്ത് പോകും. 2 to 4 days ആണെങ്കിലും 5 days ആണെങ്കിലും നെക്സ്റ്റ് വീക്കിനുള്ളിൽ എത്തില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നില്ല. ഞങ്ങൾ ആമസോൺ അല്ലാണ്ട് നമ്മൾ ഓൺലൈൻ അല്ലാണ്ട് നേരിട്ട് വന്ന് കണ്ടെടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷോപ്സിലെല്ലാം കയറി ഇറങ്ങുന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നവരെ ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഗൈസ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഐക്യയിലൊന്നും എടുക്കാമെന്ന് വെച്ചു അല്ലേ. സേഡായി ഗൈസ്, മാട്രസ് നമുക്ക് പോയി നോക്കാം. ഈ ഒരു കുഞ്ഞാവ കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത് ഇതുണ്ട്. ഞങ്ങൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തപ്പി വേറൊരു ഫേർണിച്ചർ ഷോപ്പ് കണ്ടുപിടിച്ചു. അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് ഐക്യയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ ഫേർണിച്ചർ ഷോപ്പ് അടച്ചു പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വേഗം പോയി ഷോപ്പ് ചെയ്യാം. ഹണി സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ജാറ് വേണം. കുഞ്ഞുങ്ങളുടെ റൂമിലേക്കുള്ള ഐഡിയ കണ്ടോ? താഴെ ചെറിയൊരു ഹോളൊക്കെ ആയിട്ട്. അയ്യോടാ, സോ ക്യൂട്ട് അല്ലേ? ഇതുണ്ടോ? ഞങ്ങൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുള്ളൂ. 2 കുഷ്യനിലേക്ക് എൻ്റെ ഒരു ഡസ്റ്റ്ബിനും കൂടെ വാങ്ങിച്ചു. നമ്മുടെ കയ്യിൽ ഉണ്ട്, പക്ഷെ അത് കുറച്ച് കുഞ്ഞതാണ്. അപ്പോൾ അത് ഒരെണ്ണം വലുതും കൂടെ വാങ്ങിച്ചു. ഇതിനകത്തും കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പെട്ട് കാണിക്കുന്നില്ല. അപ്പം ഇത്രയും നമ്മൾ ഷോപ്പ് ചെയ്തു. ഇനി ഞങ്ങൾ വേറൊരു ഷോപ്പിലോട്ട് പോകാൻ പറഞ്ഞല്ലോ സോഫ വാങ്ങിക്കാൻ വേണ്ടി. എന്തായാലും നമ്മളെ ഐക്യ ജഡ്ജി ഒന്നും കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ചൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ കിഡ്സിൻ്റെ ഫ്രോസൺ യോഗേർട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് പോയി. ഞങ്ങളുടെ നമ്മുടെ ടേണിന് വേണ്ടി പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുവാണ്. അത് കിട്ടിയ ഉടനെ ഇങ്ങോട്ട് നടക്കും. എപ്പോൾ വിളിക്കോ ആവോ, പറയുന്ന നേരം നിൽക്കുന്നു. ഇത് ബെർലിംഗ്ടണിലുള്ള ഐക്യാണ് കേട്ടോ. ഹാമിൽട്ടണിൽ ഐക്യ ഇല്ല, ബെർലിംഗ്ടണിലാണ്. പോവാ. ഒന്ന് തുമ്മി ഗൈസ്. ഞങ്ങളത് ഐക്യന്നൊക്കെ ഇറങ്ങി. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു 10 minutes ഹാർഡ്ലി ഉള്ളൂ അവിടെ എത്താനായിട്ട്. അവിടെയും കൂടെ പോയി നോക്കാമെന്ന് ചോദിച്ചു. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ച് നേരെ വീട്ടിലോട്ട്. അതേ ഇപ്പം ചെയ്യാറുള്ളൂ. എന്തായാലും ഐക്യയിലെ സംഭവമില്ലാന്ന് മനസ്സിലായി. സോ നമ്മൾ വീണ്ടും അവിടെ തന്നെ തിരി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അല്ലാണ്ടുള്ള സാധനങ്ങൾ സോഫ എടുക്കാൻ പോയിട്ട് സോഫ ഒഴിച്ച് ബാക്കി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. കോമഡി ആയിരുന്നു. ഷോപ്പ് അടയ്ക്കാറായപ്പോഴാണ് നമ്മൾ ചെന്നത്. നമുക്കങ്ങനെ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ഹറിബറി ആയിപ്പോയി. സോ നമ്മൾ വാങ്ങിച്ച് കാറിലിട്ടിട്ടുണ്ട്. നമ്മളിനി അത് വീട്ടിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇനി എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഫ്ലോർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പ്രയത്നമായിരുന്നല്ലോടാ ഇതെടുത്തിടാന്നുള്ളത്. അമ്മേ, ഇതിൻ്റെ അകത്ത് മറ്റേ വാക്വമിൽ ആക്കി വെച്ചേക്കുമായിരുന്നു ബാഗിൻ്റെ അകത്ത്. നമ്മളത് ആ ചെറിയ ബാഗിൻ്റെ അകത്തുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത്. അങ്ങനെ സോഫ കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ് ഞങ്ങൾ. നമ്മൾ ഈ സോഫ എടുത്ത് ഷോപ്പിൽ നമുക്ക് വീട് എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് അല്ലായിരുന്നു. ഇനിയിപ്പതേ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ ആംബിയൻസ് ആണ്. ഇനിയിപ്പോ ഇവിടുന്ന് എണീക്കില്ല കേട്ടോ ആള്. കിരണിന്റെ എക്സ്ബോക്സ് ഉണ്ട്, അത് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണല്ലോ ഇത്. പിന്നെ ചാരി ഇരുന്ന് തൊട്ട് ഓപ്പോസിറ്റ് കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥലവും കൂടി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗെയിം കളിക്കാൻ. ഞാനോ? ഐ മീൻ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച സോഫ.
ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളൊരു ബ്ലാക്ക് ഓർ വൈറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ ആ കളറൊന്നും കിട്ടുന്നില്ല. കിട്ടിയത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്നത്. അതെ, ഇങ്ങനത്തെ സംഭവം ഭയങ്കര കുറവാ കിട്ടുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കണം, നമുക്ക് ഓൺലൈൻ വാങ്ങിക്കേണ്ട, നേരിട്ട് വാങ്ങിക്കാന്ന് വെച്ചാണ് നമ്മൾ അങ്ങനെ തപ്പിക്കൊണ്ട് നടന്നത്. പിന്നെ ഈസിലി കിടക്കാൻ പറ്റുള്ള സ്പേസ് ഉണ്ടല്ലോ. കാരണം നമ്മള് ബെഡും കൂടെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ ആയിട്ടും കൂടെ വേണ്ടിയിട്ടാണ് നമുക്ക് കിടക്കാം, ഗസ്റ്റിന് കൊടുക്കാം, അങ്ങനെയൊക്കെ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സംഭവം നോക്കിക്കൊണ്ട് നടന്നത്. ഇതിപ്പോൾ കൺവേർട്ടബിൾ ആണ്, ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം, സോഫയായിട്ടും ബെഡായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഐക്കിന്ന് വാങ്ങിച്ച പില്ലോ കവർ ഉണ്ടോ, സെയിം കളറല്ലേ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, പൂ പോൽ. അപ്പൊ സോഫ കിട്ടിയ ഈ വ്ലോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി കൂടുതൽ നേരം ഇരിക്കുന്നില്ല. ഇപ്പൊ വൈകിട്ട് എത്ര മണിയാടാ? അല്ല, രാത്രി ഇപ്പൊ എത്ര മണിയായി? അപ്പം രാത്രി 8:50 ആയി ഗൈസ്. ഞങ്ങൾ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കണം. നാളെ നമുക്ക് അടുത്ത കറങ്ങാൻ പോക്കുള്ളതാണ്. നാളെ വീക്കെൻഡ് ആണല്ലോ. അപ്പൊ അതിനൊക്കെ ആയിട്ട് നേരത്തെ കിടന്നുറങ്ങിയാൽ നാളെ നേരത്തെ എണീക്കാം. നമ്മള് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട്, പക്ഷെ ഈ വീക്ക് നടക്കില്ല എന്ന് മനസ്സിലാണ്ട് നമ്മളതെല്ലാം ക്യാൻസൽ ചെയ്തു. വേറെ കുറച്ച് ഷോപ്പിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ മറ്റന്നാളൊക്കെ നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്റെ ചാനൽ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ.